നമസ്കാരം. ബഹുമാന്യരായ എല്ലാ പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷം ചാനലിലേക്ക് സ്വാഗതം. 2025 ജനുവരി മാസത്തെ ഫലങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇന്ന് നമുക്ക് മൂലം നക്ഷത്രം മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാരുടെ ജനുവരി മാസഫലം നോക്കാം. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയിലാണ് സൂര്യൻ ഇപ്പോഴ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ധനുക്കൂറിലാണ് മൂലം വരുന്നത്. ധനു രാശിയിൽ കൂടെയാണ് സൂര്യന് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ നേരിടുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് നമ്മൾ ഉത്സാഹമായിട്ട് നിന്നുകൊണ്ടിരുന്ന പല കാര്യങ്ങളിലും തടസ്സങ്ങൾ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. ചില വീട് പണിയൊക്കെ പോലുള്ള കാര്യങ്ങൾ മുടങ്ങാനോ അല്ലെങ്കിൽ പണിക്കാരെ സമയത്ത് കിട്ടാതെ വരിക തുടങ്ങിയ കാര്യങ്ങളൊക്കെ സംഭവിക്കാം. വ്യക്തമായ ധാരണ ഇല്ലാതെ പോകുന്ന കാര്യങ്ങളിൽ മനപ്രയാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എപ്പോഴും നമുക്ക് തീരുമാനം അനുസരിച്ച് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റാതെ വരുന്നത് വീട്ടിലും കുറേ പ്രയാസങ്ങൾ ഉണ്ടാക്കും. എന്നാൽ സഹോദര ആനുകൂല്യമുണ്ട്. സഹോദരന്മാരുടെ സ്നേഹവും സഹകരണവും ഒക്കെ കിട്ടുന്നതാണ്. പിന്നെ കുറച്ച് പ്രശസ്തി കിട്ടാനും കുറച്ച് പൊതുപ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടാനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാകും. നമ്മൾ ജീവിക്കുന്ന സാഹചര്യം അനുസരിച്ച് ഇപ്പോൾ ഗ്രാമങ്ങളിലൊക്കെ ആണെങ്കിൽ ക്ഷേത്രമായിട്ടോ അല്ലെങ്കിൽ പള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ, നഗരങ്ങളിലാണെങ്കിൽ സാംസ്കാരിക പരിപാടികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇടപെടാനായിട്ട് യോഗമുണ്ട്. പിന്നെ കൂട്ടു സംരംഭങ്ങളിൽ അത്ര ഗുണകരമല്ല എന്നുള്ള ഒരു ഫീലിംഗ് ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് മാറാനായിട്ട് തീരുമാനിക്കും. സാമ്പത്തിക വിനിയോഗത്തിൽ വളരെ കൃത്യത പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. കാരണം ജന്മരാശിയിൽ സൂര്യൻ സഞ്ചരിക്കുന്നു. മറ്റ് ഗ്രഹസ്ഥിതി കൂടെ നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടൊരല്പം പിടിച്ച് തന്നെ മുന്നോട്ട് പോകണം. അല്ലെങ്കിൽ അബദ്ധം പറ്റിയേക്കാൻ സാധ്യതയുണ്ട്. അതായത് വെറുതെ പണം പോകുന്ന ഒരവസ്ഥ ഉണ്ടാക്കിയേക്കാം. പഴയ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനായിട്ട് ഈ മാസം യോഗമുണ്ട്. സാങ്കേതികമായിട്ട് കുറേ ഏറെ അറിവുകൾ നേടാനായിട്ട് സാധിക്കുന്നതാണ്. എൻജിനീയറിംഗ്, മെക്കാനിക്കൽ, കെമിക്കൽ എൻജിനീയറിംഗ് തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് വളരെ ഗുണകരമായിട്ട് തന്നെ മുന്നോട്ട് പോകാം. അതുപോലെ തന്നെ വാഹനം ഉപയോഗിക്കുന്നതിൽ കരുതൽ വേണം. പൂരാടം നക്ഷത്രമാണ് അടുത്തത്. പൂരാടം നക്ഷത്രക്കാരുടെയും ജന്മക്കൂറിലാണ്. പൂരാടവും ധനുവിലാണ് വരുന്നത്, ധനുരാശിയിലാണ് വരുന്നത്, ധനുക്കൂറിൽ. അപ്പം ധനുവിൽ കൂടെയാണ് സൂര്യൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം പൂരാട നക്ഷത്രക്കാർക്കും ശാരീരികമായ പ്രയാസങ്ങൾ പലതും ഉണ്ടാകും. എന്ന് പറഞ്ഞാൽ അലച്ചിൽ കൂടുതലായിരിക്കും. അസുഖം എന്നുള്ളതല്ല, നമുക്ക് ദേഹത്തിൻ്റെ ഒരു അസ്വസ്ഥത, ചൂട് കൂടുതൽ, പിന്നെ ഉഷ്ണം കണ്ടമാനം അനുഭവപ്പെടുന്നത്, ദാഹം കൂടുതൽ, അല്ലെങ്കിൽ സമയത്ത് ഭക്ഷണം കഴിക്കാൻ സാധിക്കാതെ വരിക, പല വിധത്തിലുള്ള അലച്ചിലുകൾ, 2-3 തവണ ഓരോ കാര്യത്തിനും പോകേണ്ടി വരിക, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളും ഈ സമയത്ത് നേരിടേണ്ടി വരും. നമുക്ക് പെട്ടെന്ന് സാധിക്കുമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നടക്കാനായിട്ട് കൂടുതൽ കാലതാമസം ഉണ്ടാകും. എന്നാൽ സ്ത്രീജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകും. ഭാര്യയാകാം, സഹോദരികളാകാം, അമ്മമാരാകാം, അവരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ഉണ്ടാകും. ഉപദേശങ്ങളൊക്കെ ഉണ്ടാകും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉപരിപഠനത്തിന് പ്രവേശനം ലഭിക്കും. അപ്പോൾ അവിടെയും ആദ്യം ഒരു ബുദ്ധിമുട്ടായിരിക്കും ഈ കുട്ടിക്ക് അനുഭവപ്പെടുന്നത്. പക്ഷേ അതുകൊണ്ട് പേടിക്കേണ്ടതില്ല. ഈ ഒരു മാസത്തെ കാര്യമുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ ആദിത്യൻ ജന്മക്കൂറിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ കുറേയേറെ പ്രശ്നങ്ങൾ ഉണ്ടാകും. ശാരീരികമായിട്ട് പറയുകയാണെങ്കിൽ കണ്ണിന് പ്രയാസങ്ങൾ, തലയ്ക്ക് കണ്ടമാനം ചൂടനുഭവപ്പെടുക, ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകും. സ്ത്രീകളെയൊക്കെ സംബന്ധിച്ച് മുടികൊഴിച്ചിൽ തുടങ്ങിയ പ്രശ്നങ്ങളും ഈ സമയത്ത് അനുഭവപ്പെട്ടേക്കാം. എന്നാൽ ഗുണകരമായ അവസ്ഥ എന്ന് പറയുമ്പോൾ ചെറുപ്പക്കാരുടെ വിവാഹ കാര്യത്തിലൊക്കെ തീരുമാനം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. സാമ്പത്തികമായിട്ട് അല്പം സൂക്ഷിക്കേണ്ട സമയമാണ്. ബിസിനസ്സൊക്കെ ചെയ്യുന്നവർ രേഖകൾ, രസീതുകൾ, ടാക്സ് അടച്ച പേപ്പറുകൾ, കൗണ്ടർ ഫോയിലായിട്ട് കിട്ടുന്ന പേപ്പറുകൾ, ഇതൊക്കെ കൃത്യമായിട്ട് സൂക്ഷിക്കണം. പിന്നെ വീട് നിർമ്മാണം ആരംഭിക്കാനായിട്ട് പൂരാട നക്ഷത്രക്കാർക്ക് സാധിക്കും. ഇടയ്ക്കൊക്കെ തടസ്സം വന്നാലും അത് വീണ്ടും ഒന്ന് ആരംഭിക്കാനായിട്ട് സാധിക്കും. വ്യായാമമൊക്കെ തുടങ്ങാവുന്ന ഒരു കാലഘട്ടമാണ്. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ വേണ്ടിയിട്ട് നിത്യവും വ്യായാമം ചെയ്യുക. ഭക്ഷണം, നല്ല ഭക്ഷണം മാത്രം കഴിക്കുക. വൃത്തിയില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും ഭക്ഷണം കഴിക്കരുത്. അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഉത്രാട നക്ഷത്രക്കാരുടെ കാര്യം നോക്കുമ്പം അവർ 2 കൂറിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ 15 നാഴികയ്ക്കകത്ത് ജനിച്ചവർ ധനുക്കൂറിലാണ്. ബാക്കി 45 നാഴികയ്ക്കുള്ളിൽ ജനിച്ചവർ മകരക്കൂറിലാണ്.
അപ്പോൾ ഗുണദോഷ സമ്മിശ്രമാണ് ഉത്രാടക്കാരുടെ പൊതുഫലം നമ്മൾ നോക്കുമ്പോൾ. ഉത്രാടം ആദ്യ പാദത്തിൽപ്പെട്ട ആൾക്കാർക്ക് ശാരീരികമായ അലച്ചിൽ കൂടുതലായിരിക്കും. രണ്ടാമത്തെ പാദത്തിൽപ്പെട്ടവർക്ക് മറ്റ് ചില ബുദ്ധിമുട്ടുകളാണ്. സൂര്യൻ 12 വരുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ് അവർക്ക് അനുഭവപ്പെടുന്നത്. ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടത്താനായിട്ട് പറ്റാത്ത അവസ്ഥകൾ ഉണ്ടാകും. അതായത് ഞാൻ ഇന്ന് തന്നെ ചെയ്തു തരാം എന്ന് പറയുന്ന കാര്യങ്ങൾ ചിലപ്പം ഒരു 3 ദിവസം കഴിഞ്ഞായിരിക്കും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ പലരും പറയും നമ്മളോട് ഒരു കാര്യം പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് അവൻ ചെയ്തു തന്നില്ല എന്നൊക്കെ പരാതി പറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥകളും നേരിട്ടേക്കാം. ജോലിയിൽ അലച്ചിലുകൾ വർദ്ധിക്കും. എത്ര ജോലി ചെയ്താലും മറ്റുള്ളവർക്കൊരു തൃപ്തിയില്ല എന്നുള്ള ഒരു ഫീല് നേരിടും. അതൊക്കെ അല്പം സങ്കടം ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ കുടുംബാംഗങ്ങളിൽ നിന്നും നല്ല പിന്തുണ ലഭിക്കുന്ന കാലഘട്ടമാണ്. സാമ്പത്തിക സ്ഥിതി അധികം ബുദ്ധിമുട്ടില്ല. തനിക്കൂറുകാർക്ക് സാമ്പത്തിക സ്ഥിതിയിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം. മകരക്കൂറുകാർക്ക് കുറച്ചുകൂടെ മെച്ചമായിരിക്കും. പിന്നെ ആത്മീയമായ കാര്യങ്ങളിൽ, ഉദാഹരണത്തിന് ഉത്സവങ്ങൾ, പെരുന്നാൾ ഒക്കെ നമ്മുടെ മതവിശ്വാസം അനുസരിച്ചുള്ള ആഘോഷങ്ങളിൽ പങ്കെടുക്കാനായിട്ട് സാധിക്കും. പുതിയ ജോലി കിട്ടാനുള്ള സാധ്യതയും ഉണ്ട്. വിവാഹ കാര്യത്തിലും തീരുമാനം ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. തിരുവോണ നക്ഷത്രമാണ് അടുത്തത്. 12ലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. തിരുവോണം മകരക്കൂറിലാണ് വരുന്നത്. അലച്ചിലുകൾ കൂടുതലായിരിക്കും. ഈ സൂര്യൻ എന്ന് പറയുന്നത് സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ഗ്രഹമാണ്, നക്ഷത്രമാണ്. എന്നാൽ നമ്മൾ ജ്യോതിഷത്തിൽ ഗ്രഹം നമ്മളെ ബാധിക്കുന്നത് എന്നുള്ള അർത്ഥത്തിൽ ഗ്രഹം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ സൂര്യൻ 12 സഞ്ചരിക്കുന്ന ഒരു സമയമായതുകൊണ്ട് സർക്കാരിൽ നിന്നും പല കാര്യങ്ങൾക്കും തടസ്സമുണ്ടാകും. പുതിയ കാര്യങ്ങൾ തുടങ്ങാനായിട്ട് കുറേയേറെ ബുദ്ധിമുട്ടുകൾ നേരിടുന്നതാണ്. ആളുകളുടെ, പ്രത്യേകിച്ച് ചിലപ്പം ബന്ധുക്കളുടെ തന്നെ ഇടപെടൽ കൊണ്ട് പല കാര്യത്തിലും ബുദ്ധിമുട്ടുണ്ടാകും. ചൊവ്വ 7ലാണ്. ദാമ്പത്യത്തിൽ സ്വൈരക്കേട് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ ശുക്രൻ 2ാം ഭാവത്തിൽ നിൽക്കുന്നത് കുറേ ഗുണകരമാണ്. എന്ന് പറഞ്ഞാൽ നമുക്ക് കലാ സാഹിത്യ രംഗത്തൊക്കെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാനായിട്ട് സാധിക്കും. സൗന്ദര്യ വർത്തക വസ്തുക്കൾക്കൊക്കെ വേണ്ടിയിട്ട് ധനം കൂടുതലായിട്ട് ചിലവഴിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ശുക്രൻ ഈ ധനഭാവത്തിൽ 2ൽ സഞ്ചരിക്കുന്ന കാലമായതുകൊണ്ട് തന്നെ സാമാന്യമായിട്ട് പൈസ കിട്ടാനും സാധ്യതയുണ്ട്. ജോലിയാകാം, ജോലിയോടൊപ്പം തന്നെ ഒരു സൈഡ് ബിസിനസ് അല്ലെങ്കിൽ മറ്റൊരു സൈഡ് വർക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് പൈസ കിട്ടാം. അല്ലെങ്കിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ സാധനങ്ങൾ വിൽക്കുന്നതിലൂടെ നമുക്ക് പണം കിട്ടാം. ഡീലറായിട്ട് പ്രവർത്തിക്കുന്നതിലൂടെ കിട്ടാം. അല്ലെങ്കിൽ ബ്രോക്കറായിട്ട് നമുക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തൊരു ബിസിനസ് നമ്മൾ ചെയ്യുന്നു, നേരിട്ടിടപെട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഇൻഫർമേഷൻ കൊടുക്കുന്നതിൻ്റെ രീതി നമുക്കൊരു കമ്മീഷൻ്റെ പോർഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് താല്പര്യമില്ലാത്തവരിൽ നിന്ന് പോലും സഹായങ്ങൾ കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. മക്കളെ സംബന്ധിച്ച് ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രയാസങ്ങളുണ്ടാകാം. ശാരീരികമായ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ചെറിയ അസുഖമാണെങ്കിലും അത് ഡോക്ടറെ കണ്ട് മരുന്ന് വാങ്ങിച്ച് കൃത്യസമയത്ത് മരുന്ന് കഴിച്ച്, ആഹാരത്തിൽ എന്തെങ്കിലും പഥ്യമൊക്കെ പറയുകയാണെങ്കിൽ അതും കൂടെ പാലിച്ച് തന്നെ പോകണം, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാകാം. സൂര്യൻ 12ലാണ്, ചൊവ്വ 7ലാണ്. അങ്ങനെ പല പല പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ടാണിത് പറയുന്നത്. അതുപോലെ തന്നെ ബിസിനസ് രംഗത്തുള്ളവരും സൂക്ഷിക്കണം. ഒരല്പം ശത്രുശല്യമൊക്കെ ഉണ്ടാകാൻ ഇടയുള്ളൊരു കാലഘട്ടമാണ്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ അലസത ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് അവർ നല്ല രീതിയിൽ അവരുടെ ഇഷ്ടദൈവത്തെ പ്രാർത്ഥിച്ച് തന്നെ മുന്നോട്ട് പോകേണ്ടതാണ്. ഇനി അങ്ങനെ ഒരു പ്രത്യേകിച്ചൊരു പ്രാർത്ഥന രീതി ഇല്ലെങ്കിൽ ഗണപതിയെ പ്രാർത്ഥിച്ചെങ്കിലും അവർ മുന്നോട്ട് പോകണം. കാരണം ആ അലസതയ്ക്കുള്ള സാധ്യത ഈ സമയത്ത് ഉണ്ട്. അടുത്ത അവിട്ടം നക്ഷത്രമാണ്. അവിട്ടം നക്ഷത്രക്കാർ ഒക്കെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളത് കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാതെ അലസത അല്ലെങ്കിൽ തടസ്സങ്ങൾ ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ജോലിയിലുള്ളവർക്ക് ഇപ്പം ഇന്ന് ചെയ്യാം അല്ലെങ്കിൽ നാളെ ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ചിലപ്പം പിന്നെ നീണ്ടുപോകും. അത് ചോദ്യം ചെയ്യപ്പെടാം, നമ്മുടെ കഴിവ് തന്നെ ചോദ്യം ചെയ്യപ്പെടാം. അതൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാം. പരിശീലന ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാനുള്ള കാലമാണ്. പൂർവിക സ്വത്ത് സംബന്ധിച്ച് തർക്കങ്ങളുണ്ടായേക്കാം. ചിലപ്പോൾ അത് നിയമപ്രശ്നങ്ങളിലേക്ക് പോലും നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. ശത്രുശല്യം അല്പം വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ശത്രുക്കളുടെ എണ്ണം കൂടുതലായിരിക്കും. പലരും നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ നമ്മളോട് എതിർപ്പ് പ്രകടിപ്പിക്കാൻ ഇടയുള്ള ഒരു കാലഘട്ടമാണ്.
സാമ്പത്തിക ഇടപാടുകളിൽ ശ്രദ്ധ വേണ്ടതാണ്. ബിസിനസ് പങ്കാളികളുമായിട്ട് തർക്കമുണ്ടായേക്കാം. അതുപോലെ തന്നെ മക്കൾക്ക് ജോലി കിട്ടാനായിട്ട് അല്പം കാലതാമസം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഒരു കാരണവശാലും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ കൃത്യമായിട്ട് ചെയ്യുക, മറ്റുള്ളവരെ ഏൽപ്പിക്കാനോ അങ്ങനെയൊന്നും പോകാതിരിക്കുക. അതാണ് ഈ മാസം അവിട്ടം നക്ഷത്രക്കാർക്ക് നല്ലത്. അവിട്ടം 2 കൂറിലായിട്ടാണ് വരുന്നത്. ആദ്യത്തെ പകുതി മകരക്കൂറിലും രണ്ടാമത്തെ പകുതി കുംഭക്കൂറിലുമായിട്ടാണ് വരുന്നത്. അപ്പോൾ രണ്ടുപേരുടെയും കൂടെ പൊതുഫലമാണ് ഈ പറഞ്ഞത്. മകരക്കൂറുകാരെ സംബന്ധിച്ച് 12-ലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കുംഭക്കൂറുകാരായ അവിട്ട നക്ഷത്രക്കാർക്ക് ധനപരമായിട്ട് കുറച്ചുകൂടെ നല്ലതായിരിക്കും. സൂര്യൻ 11-ലായതുകൊണ്ട് സർക്കാരിൽ നിന്നൊരു ധനമൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ കിട്ടും എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഫലം പ്രത്യേകിച്ച് എടുത്തു പറയാവുന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ തന്നെ ചില തർക്കങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാം. ചതയ നക്ഷത്രമാണ് അടുത്തത്. ചതയ നക്ഷത്രക്കാർക്ക് ജന്മശനിയാണ്. ഇപ്പം ചതയ നക്ഷത്രം കുംഭക്കൂറിലാണ് വരുന്നത്. കുംഭത്തിൽ കൂടെ ശനി സഞ്ചരിക്കുന്നതുകൊണ്ട് ജന്മശനി എന്ന് പറയുന്ന അവസ്ഥയാണ്. എങ്കിലും ജന്മനക്ഷത്രത്തിൽ നിന്ന് ശനി മാറുന്നത് കൊണ്ട് ആശ്വാസം ഉണ്ടാകുന്നതാണ്. പിന്നെ ശനി എന്ന് പറയുന്നത് ഈ കുംഭം രാശിയുടെ നാഥനാണ്. കുംഭം ശനിയുടെ മൂലത്രികോണ ക്ഷേത്രമാണ്. അതുകൊണ്ട് വലിയ പ്രയാസങ്ങളുണ്ടാകില്ല. സൂര്യനാണെങ്കിൽ 11-ലാണ് നിൽക്കുന്നത്. അതുകൊണ്ട് സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. തൊഴിൽ രംഗത്ത് വിജയം ഉണ്ടാകുന്നതാണ്. പുതിയ സംരംഭങ്ങളൊക്കെ തുടങ്ങാനായിട്ട് സാധിക്കുന്നതാണ്. തടസ്സപ്പെട്ട് കിടന്ന പണമൊക്കെ തിരിച്ചു കിട്ടും. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സുഹൃത്തുക്കളുമായിട്ട് ഉല്ലസിക്കാനുള്ള സാഹചര്യം ഉണ്ടാവും. പഠനത്തിലും വലിയ ബുദ്ധിമുട്ടുകൾ വരികയില്ല. ശുക്രൻ ജന്മരാശിയിലാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സുഖഭോഗങ്ങൾ ധാരാളമായിട്ട് ഉണ്ടാകുന്നതാണ്. ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിക്കാൻ സാധിക്കും. പ്രായോഗികമായിട്ട് തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകും. പ്രണയിക്കുന്നവർക്ക് അനുകൂലമാണ്. ശുക്രൻ ജന്മക്കൂറിലാണ് നിൽക്കുന്നത്. ബന്ധുക്കളുടെയൊക്കെ ഇടപെടൽ ഉണ്ടാകുമെങ്കിലും അതിനെയൊക്കെ മറികടന്ന് തന്നെ നമുക്ക് പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താനായിട്ട് സാധിക്കും. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഉണ്ടാകും. ഇഷ്ടപ്പെട്ട കോഴ്സിനൊക്കെ പ്രവേശനം കിട്ടാൻ സാധ്യത ഉണ്ട്. കലാപരമായിട്ടും ഗുണകരമാണ്. അടുത്ത് പൂരുട്ടാതി നക്ഷത്രമാണ്. 2 കൂറിലായിട്ടാണ് വരുന്നത്. പൂരുട്ടാതിയുടെ ആദ്യ 3/4 ഭാഗം കുംഭക്കൂറിലും അവസാന പാദം മീനക്കൂറിലുമാണ് വരുന്നത്. അപ്പോൾ കുംഭക്കൂറിൽപ്പെട്ട പൂരുട്ടാതി നക്ഷത്രക്കാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി ഗുണകരമാണ്. കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം 11-ലാണ് സൂര്യൻ നിൽക്കുന്നത്. ശനി സ്വന്തം രാശിയിൽ സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് ഗുണകരമായിരിക്കും. നേരത്തെ തടസ്സപ്പെട്ട് കിടന്നിരുന്ന ധനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഔദ്യോഗിക കാര്യങ്ങളോ ഒക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഔദ്യോഗികമായ ആനുകൂല്യങ്ങളൊക്കെ കിട്ടും. ജോലി കാര്യക്ഷമമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ബിസിനസ്സിൽ കുറച്ചുകൂടെ മെച്ചമുണ്ടാകും. എതിർപ്പുകളെയൊക്കെ തോൽപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മളോട് എതിർത്ത് നിൽക്കുന്നവരെയൊക്കെ തോൽപ്പിക്കാൻ സാധിക്കും. ശത്രുതയൊക്കെ കുറച്ച് നേരിടേണ്ടി വരും. മാസത്തിൻ്റെ 2-ാം പകുതിയിൽ ചെലവ് അല്പം വർദ്ധിക്കുന്നതാണ്. മീനക്കൂറിൽപ്പെട്ട പൂരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം സാമാന്യം അനുകൂലമായ കാലഘട്ടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സൂര്യൻ ഇപ്പോഴും അവരുടെ കർമ്മഭാവത്തിൽ സഞ്ചരിക്കുന്നു. പിന്നെ അവരുടെ 11-ാം ഭാവത്തിൽ, അതായത് ലാഭത്തിൻ്റെ ഭാവത്തിലേക്ക് കടക്കുന്നു. അതുകൊണ്ട് അവർക്ക് കുറച്ചുകൂടെ അനുകൂലമായിട്ട് പറയാം. മത്സരങ്ങളിലൊക്കെ വിജയിക്കാൻ സാധിക്കും. യാത്രകളൊക്കെ വളരെ ഗുണപ്രദമാകുന്നതാണ്. ബിസിനസ്സിൽ നല്ല വരുമാനം ഉണ്ടാകും. ബന്ധുജനങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കും. വീട്ടിൽ പൊതുവെ സമാധാനം ഉണ്ടായിരിക്കും. അടുത്ത ഉത്രട്ടാതിയാണ്. ഉത്രട്ടാതിക്കാർക്ക് കർമ്മഗുണം കിട്ടുന്ന ഒരു കാലഘട്ടമാണ്. കുറേയേറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. സൂര്യൻ 10-ലാണ്. പക്ഷേ അവർക്കൊരു പ്രശ്നമുള്ളത്, അവർക്ക് 7.5 ശനിയുടെ ഒരു കാലഘട്ടമാണ്. 7.5 ശനിയുടെ ആദ്യ ഭാഗമാണ് ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ശനി 12-ൽ നിൽക്കുന്നതിൻ്റേതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. 12-ാം ഭാവം എന്ന് പറഞ്ഞാൽ ചെലവിൻ്റെ ഭാവമാണല്ലോ. അപ്പോൾ അവിടെ ശനി നിൽക്കുന്നതുകൊണ്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. പക്ഷേ 10-ൽ സൂര്യൻ നിൽക്കുന്നതുകൊണ്ട് കർമ്മഗുണം സിദ്ധിക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനം അംഗീകരിക്കപ്പെടും. ഔദ്യോഗിക പദവികളിൽ ഉയർച്ച ലഭിക്കാൻ സാധ്യതയുണ്ട്. അതായത് പ്രമോഷനോ ശമ്പള വർധനവോ ഒക്കെ കിട്ടാം, ഗ്രേഡോ ഒക്കെ കിട്ടാം. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് കുറച്ചുകൂടെ നല്ല മെച്ചപ്പെട്ട കോഴ്സുകൾക്ക് പ്രവേശനം കിട്ടും. അല്ലെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം എന്ന് കൺഫ്യൂഷനിലായിരുന്നവർക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കാനായിട്ട് സാധിക്കും. അഡ്മിഷനും കിട്ടും.
കുടുംബാംഗങ്ങളെയൊക്കെ സന്ദർശിക്കാനുള്ള യോഗമുണ്ട്. കുടുംബാംഗങ്ങൾക്ക് ഒത്തുചേരാനുള്ള മംഗള കർമ്മങ്ങളോ അല്ലെങ്കിൽ അങ്ങനെയൊരു അവസരങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ്. പാരമ്പര്യമായിട്ടുള്ള തൊഴിലുകൾ ചെയ്യുന്നവർക്ക് അനുകൂല സന്ദർഭമാണ്. ആത്മീയ കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് മനസ്സിന് നല്ല സമാധാനവും സന്തോഷവും കിട്ടുന്ന കാലഘട്ടമാണ്. മനപ്രയാസം ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ ഭയം ഉണ്ടായിരുന്നതൊക്കെ മാറി കുറച്ചുകൂടെ ധൈര്യപൂർവ്വം സാഹചര്യങ്ങളെ നേരിടാനായിട്ട് ഉത്രട്ടാതി നക്ഷത്രക്കാർക്കിപ്പം സാധിക്കും. കലാപരമായിട്ടും അവർക്ക് ഗുണകരമായ കാലഘട്ടമാണ്. പക്ഷേ ജന്മത്തിലാണ് രാഹു സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് വാഹനം ഉപയോഗിക്കുമ്പോഴും ആയുധം ഉപയോഗിക്കുമ്പോഴൊക്കെ ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ സാമ്പത്തികമായ കാര്യങ്ങൾ ചെയ്യുമ്പം കൃത്യമായിട്ട് എഗ്രിമെൻറ്റുകളൊക്കെ വേണ്ടതാണ്, അല്ലെങ്കിൽ അബദ്ധം സംഭവിക്കാം. രേവതി നക്ഷത്രമാണ് അടുത്തത്. രേവതി നക്ഷത്രക്കാർക്ക് ഈ ശനിയുടെ 12ലെ സ്ഥാനം അല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, മനപ്രയാസമൊക്കെ ചെറുതായിട്ടുണ്ടാകും. പക്ഷേ സൂര്യൻ 10ലായതുകൊണ്ട് തന്നെ അവർക്ക് ഉന്മേഷത്തോടു കൂടി ജോലികളൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. ബിസിനസ്സിലെ മാന്ദ്യമൊക്കെ മാറിയിട്ട് പണം വന്നു തുടങ്ങും. പുതിയ ജോലി കിട്ടാനായിട്ട് സാധ്യതയുണ്ട്. പണം കുറച്ച് വെറുതെ ചിലവഴിച്ച് പോകാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ്. പണം മുടക്കിയാൽ ഫലിക്കുകയില്ലേ എന്ന് ചോദിച്ചാൽ നമുക്ക് റിട്ടേൺ കിട്ടും, പക്ഷേ ആവശ്യമില്ലാതെ കുറച്ച് പൈസ ചിലവായി പോകാനുള്ളൊരു സാധ്യതയുണ്ട്. പിന്നെ നല്ല സിവിൽ സർവീസ് പോലുള്ള പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല കാലഘട്ടമാണ്. അതുപോലെ ബാങ്കിലെ ഓഫീസർ ടെസ്റ്റുകൾ, മറ്റ് സർവീസുകളിൽപ്പെട്ട ഉന്നത പദവികൾ കിട്ടുന്ന അല്ലെങ്കിൽ കമ്പനികളിലൊക്കെ ഉന്നത ജോലി കിട്ടുന്ന ടെസ്റ്റുകൾക്കൊക്കെ പങ്കെടുക്കുന്നവർ നന്നായിട്ടൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് പോയാൽ ജോലി കിട്ടാൻ സാധ്യതയുണ്ട്. രോഗങ്ങൾക്ക് കുറവുണ്ടാകും, ചികിത്സ ഫലിച്ചു തുടങ്ങും. സാമ്പത്തികമായിട്ട് കടവും ബാധ്യതയൊക്കെ ഉള്ളവർക്ക് കുറേയൊക്കെ വീട്ടാൻ സാധിക്കുന്നതാണ്. പിന്നെ ബന്ധുക്കളുമായിട്ടുണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പറഞ്ഞു തീർക്കാനായിട്ട് സാധിക്കും. പിന്നെ 5ലാണ് ചൊവ്വ നിൽക്കുന്നത്. 5 പറയുന്നത് സന്താനഭാവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സന്താന ജനനത്തിന് സംബന്ധമായിട്ട് എന്തെങ്കിലും പ്രയാസങ്ങളോ അല്ലെങ്കിൽ അതിനുവേണ്ടി അമിതമായ ധനച്ചെലവോ, ഈ ചൊവ്വ എന്ന് പറയുന്നത് ആയുധങ്ങളും ശസ്ത്രക്രിയയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഗ്രഹമാണ്. സിസേറിയൻ പോലുള്ള കാര്യങ്ങളും നേരിടേണ്ടി വന്നേക്കാം. ദോഷകരമല്ല, എങ്കിലും നമ്മൾ പ്രാർത്ഥനയോട് കൂടി തന്നെ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവുക, സൂചിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് മൂലം നക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെ ഉള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച വിവിധ ആളുകളുടെ ജനുവരി മാസത്തെ ഫലം, 2025 ജനുവരി മാസത്തെ ഫലമായിട്ട് പറയാനുള്ളത്. അപ്പം എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമസ്കാരം.